ആയിട്ട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്, 5 നേരം നിസ്കരിക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ടും എന്താണെന്ന് അറിയില്ല, പടച്ചോൻ എന്നെങ്ങനെ വല്ലാതെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സങ്കടങ്ങൾ തരുന്നുണ്ട്, പ്രയാസങ്ങൾ തരുന്നുണ്ട്, വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് ഒരു മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും, പടച്ചോൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, പടച്ചോനിലേക്ക് അടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പടച്ചോന് വീണ്ടും നമ്മൾ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ സങ്കടങ്ങൾ നമുക്ക് തരും. ആ സങ്കടം കൂടി നമുക്ക് തരുന്നത് എന്തിനാണെയോ, നമ്മളെ ഹാർട്ട് ഭയങ്കര വീക്കായിരിക്കും, നമ്മളെ മനസ്സ് ഭയങ്കര വീക്കായിരിക്കും. ഓരോ പ്രയാസങ്ങൾ പടച്ചോൻ തന്ന് തന്ന് നമ്മളെ മനസ്സൊന്ന് നല്ല കരുത്തുള്ളൊരു മനസ്സാക്കി മാറ്റാനുണ്ട്. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും തവക്കൽത്ത് വലല്ല, അത് അള്ള തന്നതാണ്, അത് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളെ ഈമാൻ വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് പറയാനുള്ളത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചോൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു തോന്നലൊന്നും നിങ്ങളെ മനസ്സിൽ വേണ്ടട്ടോ. പടച്ചോന് എല്ലാം കൃത്യമായ സമയത്ത് നിന്റെ കാൽ ചുവട്ടിൽ പടച്ചോൻ കൊണ്ടുതരും. ഇന്ന് നീ കരഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ തീർച്ചയായിട്ടും നീ ചിരിക്കുന്നൊരു മുഖം പടച്ചോൻ കാണിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രയാസങ്ങളൊന്നും പ്രയാസങ്ങളായിട്ട് കാണണ്ട, അള്ളാഹു നിന്റെ കൂടെ തന്നെ ഉണ്ട്.